ഫാദിക്കുന്ന നല്ല പനിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കടികളൊക്കെയാണ് കേട്ടോ. ഇന്ന് കടി ദോശയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ രാവിലെ തന്നെ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങി പുഴുങ്ങി ഒരു പാത്രം കേടുവന്നു. അപ്പോൾ നമ്മൾ അടുത്തത് പുതിയൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ദാ അതുപോലെ തന്നെ അങ്ങനെ കുഞ്ഞാക്ക് ആദ്യം തന്നെ പോയി ടോക്ക് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇവനക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ടോക്ക് എടുക്കാറുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തത്. ഇന്നലത്തെ ബീഫ് കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ദോശയാണ് കഴിച്ചത്. ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അപ്പോഴേക്കും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കരിക്ക് വാങ്ങി കുടിച്ചാൽ ക്ഷീണമൊക്കെ മാറുന്ന പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കരിക്കമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ കാര്യം ഫാദി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൗകര്യമല്ല എനിക്ക് എപ്പോഴാണ് കരിക്ക് കിട്ടുക എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. 2 മണിക്കൂറിന് ശേഷമാണ് സംഭവം കിട്ടിയിട്ടുണ്ടായത്. പറഞ്ഞ പോലെ ആൾ കരിക്ക് കുടിച്ചില്ല കേട്ടോ, കുറച്ചേ കുടിച്ചു. പിന്നെ ഞാൻ കുറച്ച് അനാർ എടുത്തു കൊടുത്തു. പക്ഷെ അവൻ്റെ വായിക്കൊന്നും പറ്റാത്തതുകൊണ്ട് അതും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അടുത്തതായി ബുദ്ധിപരമായി നീങ്ങണം. അതങ്ങോട്ട് ജ്യൂസ് ആക്കി കൊടുത്തു. വെള്ളവും പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അതിന്റെ ആ ഒരു മധുരത്തിൽ തന്നെ അവർക്കത് കുടിക്കാൻ പറ്റും. എന്ത് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഫലം പോകുന്നതാണ് പറയുന്നത്. പക്ഷെ തീരെ കഴിക്കാത്തതിലും നല്ലതല്ലേ പകുതിയെങ്കിലും കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ജ്യൂസ് അടിച്ചു കൊടുത്തത് കേട്ടോ. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ കുടിച്ചിട്ട് ഒന്നും കൂടി ജ്യൂസ് അടിക്കട്ടെ വെച്ചു. പക്ഷെ എനിക്ക് വേണ്ട മതി എന്നാണ് കേട്ടോ. പിന്നെ ഒരു സമാധാനത്തിന് സച്ചു എൻ്റെ അടുത്തിരുന്ന് അവന് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതന്നെ എനിക്കൊരു ആശ്വാസമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കള പണി എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവനുണ്ടായി പിന്നെ കുറച്ചൊരു സമാധാനം. സച്ചുവിനും തന്നെ അവനക്ക് പനിയായതുകൊണ്ട് എവിടേക്കും സമാധാനത്തിൽ പോകാൻ അവനക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അസുഖമുള്ള കുട്ടിക്ക് മാത്രമേ ഇതൊക്കെ കൊടുക്കുന്നുള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ സച്ചുവിനും കൊടുക്കാറുണ്ട്. രണ്ടാക്കും പകുതിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇവനെ ക്ലിയർ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു തിളപ്പെറുക്കിട്ട് അങ്ങനെ ഫാദിക്കുട്ടിക്ക് തേങ്ങാ പന്നുവാണെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പെഷ്യലായിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. മസ്കിന്റെ മറ്റൊരു ഐറ്റാണ് കേട്ടോ, അതായത് ചോക്ലേറ്റ് ബന്നാണ്. പക്ഷെ എനിക്കിത് കാര്യമായിട്ട് അത്ര കണ്ട് ഇഷ്ടമായതൊന്നുമില്ല. ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കുഞ്ഞാക്കാ കൊടുത്തു. സച്ചുവിനും ഫാദിക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കും അത്ര കണ്ട് ഇഷ്ടമായതൊന്നുമില്ല. ഫേവറേറ്റ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പനിയുള്ള കുട്ടി കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ കഴിക്കൂട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.